Hi guys, ഗാപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. MI level Lite ഓൺലൈൻ മാർക്കറ്റിനേക്കാൾ കൂടുതൽ ഓഫ്ലൈൻ മാർക്കറ്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ഇറക്കിയ ഒരു ഫോണാണെന്ന് തോന്നുന്നു ഈ ഒരു MI level Lite എന്ന ഫോൺ. സോ ഈ ഒരു ഫോണിൽ നമുക്ക് എടുത്തു പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പെർഫോമൻസിനായിട്ട് കൂടുതൽ നമുക്ക് പറയാൻ പറ്റുക ഒന്ന് ക്യാമറ ഒന്ന് ഡിസ്പ്ലേ ആണ്. കാരണം ഞാൻ അത് അൺബോക്സിംഗ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അൺബോക്സിംഗ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇവിടെ ഐക്കാർഡ് വന്നിട്ടുണ്ട്, അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അൺബോക്സിംഗ് വീഡിയോ കാണാവുന്നതാണ്. അൺബോക്സിംഗ് മാത്രമല്ല ഓവർവ്യൂ കൂടിയാണുള്ളത്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ MI level Liteന്റെ ഒരു ക്യാമറ റിവ്യൂ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അത്യാവശ്യം എല്ലാ മേഖലയും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ട് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. So without further ado, let's get started. So guys, ആദ്യം തന്നെ നമുക്ക് ഈ ഫോണിൻ്റെ ക്യാമറ സ്പെസിഫിക്കേഷൻസ് നോക്കാം. 64 മെഗാപിക്സലിൻ്റെ f1.8 ഉള്ള മെയിൻ ക്യാമറയും 8 മെഗാപിക്സലിൻ്റെ f2.2 ഉള്ള അൾട്രാ വൈഡ് ക്യാമറയും 5 മെഗാപിക്സലിൻ്റെ f2.4 ഉള്ള ടെലി മാക്രോ ക്യാമറയാണ് നമുക്ക് ഈ ഒരു ഫോണിൽ ലഭിക്കുന്നത്. പിന്നെ ഇതിൻ്റെ സെൽഫി ക്യാമറ എന്ന് പറയുന്നത് 16 മെഗാപിക്സലിൻ്റെ f2.45 അപ്പർച്ചറുള്ളൊരു ക്യാമറയാണ്. പിന്നെ ഇതിൻ്റെ ISP എന്ന് പറയുന്നത് ക്വാൾകോമിൻ്റെ തന്നെ SM7150 എന്ന് പറയുന്നൊരു ISP ആണ് ഇത് ലഭിക്കുന്നത്. നമ്മൾ ഈ ക്യാമറ റിവ്യൂ കുറച്ച് കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതായത് ജനറൽ ഫോട്ടോഗ്രാഫി, വൈഡ് ആംഗിൾ, പിന്നെ മാക്രോ, സെൽഫീസ്, പോർട്രേറ്റ്സ്, പിന്നെ വീഡിയോസ്. പോർട്രേറ്റിൽ സെൽഫി പോർട്രേറ്റ്സ് ഉണ്ടാവും. പിന്നെ വീഡിയോസ് കുറച്ച് കൂടുതലായിട്ടുണ്ടാവും, കാരണം അതിലും കുറച്ച് കാറ്റഗറീസ് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ജനറൽ ഫോട്ടോഗ്രാഫി നോക്കാം. ജനറൽ ഫോട്ടോഗ്രാഫി നോക്കുകയാണെങ്കിൽ വളരെ നല്ല മികച്ച ഫോട്ടോസ് തന്നെ നമുക്ക് സാധാരണ ഫോട്ടോ എടുക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ക്ലോസപ്പ് ഷോട്ട്സ് ആയാലും അല്ലെങ്കിൽ സാധാരണ ഷോട്ട്സ് ആയാലും നല്ല ഫോട്ടോസ് തന്നെയാണ് ലഭിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഫോട്ടോസൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവും അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ കുറച്ച് കളർ ബൂസ്റ്റഡ് ആയിട്ടുള്ള ഫോട്ടോസാണ് നമുക്ക് ഇത് ലഭിക്കുന്നത്. കുറച്ച് സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫോട്ടോസാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിലൊക്കെ ഈ ചുവപ്പ് കളറൊക്കെ അധികം ബൂസ്റ്റഡ് ആയതുകൊണ്ട് അതിൽ ഡീറ്റെയിൽസ് ഒന്നും ഇങ്ങനെ പെട്ടെന്ന് കാണുന്നില്ല. അത് ചെറിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഡൈനാമിക് റേഞ്ചിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഡൈനാമിക് റേഞ്ച് തന്നെ ഉണ്ട്. ഷാഡോസൊക്കെ അത്യാവശ്യം നല്ല ഡീറ്റെയിൽസ് ലഭിക്കുന്നുണ്ട്. ഇത് AI ഉപയോഗിച്ചെടുത്താണ്, അതാണ് കുറച്ച് കളർ ബൂസ്റ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഫോട്ടോസൊക്കെ കണ്ടാൽ മനസ്സിലാവും നല്ല സാച്ചുറേറ്റഡ് ആണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. എല്ലാ ഫോട്ടോസും നല്ല ക്വാളിറ്റി ഉള്ളൊരു ഫോട്ടോസ് തന്നെയാണ്. അപ്പോൾ ജനറൽ ഫോട്ടോഗ്രാഫിയിൽ നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് ഈ ഫോൺ കാഴ്ചവെക്കുന്നത്. ഇത് 2x സൂമിൽ എടുത്തതാണ്. ഇനി നമുക്ക് വൈഡ് ആംഗിളിനെ കുറിച്ച് സംസാരിക്കാം. ഈ ഒരു ഫോട്ടോ നമ്മളെ നോർമൽ ക്യാമറയിൽ എടുത്തൊരു ഫോട്ടോ ആണ്. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഇത് വൈഡ് ആംഗിളിൽ എടുത്ത ഫോട്ടോ ആണ്. അപ്പോൾ ആ ഒരു ഫോട്ടോ ഈ ഒരു ഫോട്ടോയും തമ്മിൽ അത്യാവശ്യം നല്ലൊരു ഡിഫറൻസ് ഉണ്ടോ ചോദിച്ചാൽ ചെറിയതായിട്ടൊരു കളർ ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് നോർമൽ ഫോട്ടോ ആണ്. ഇനി ഇത് അൾട്രാ വൈഡ് ഫോട്ടോ ആണ്. നിങ്ങൾ ഡീറ്റെയിൽസ് ലെവൽസൊക്കെ കാണാൻ സാധിക്കും. 8 മെഗാപിക്സൽ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് കുറച്ച് ഡീറ്റെയിൽ കുറവായിരിക്കും. പക്ഷേ ഡൈനാമിക് റേഞ്ചിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ അത്യാവശ്യം നല്ല ഡൈനാമിക് റേഞ്ച് ഉണ്ട്. പക്ഷേ പ്രൈമറി ക്യാമറയുടെ അത്ര അല്ലെങ്കിലും അത്യാവശ്യം നല്ല ഫോട്ടോസ് തന്നെയാണ്. കാണാൻ നല്ല കൺകുളിർമയുള്ള ഫോട്ടോസ് തന്നെയാണ് നമുക്ക് ഇതിൽ ലഭിക്കുന്നത്. ഓവറോൾ കുഴപ്പമില്ലാത്തൊരു വൈഡ് ആംഗിൾ ക്യാമറ തന്നെയാണ്. ഇനി മാക്രോ ക്യാമറയെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ കുറച്ച് ഇൻഡെപ്ത് ആയിട്ട് തന്നെ സംസാരിക്കണം. കാരണം ഇതിൽ 5 മെഗാപിക്സലിൻ്റെ ഒരു ടെലോ മാക്രോ ക്യാമറ ആണ് നൽകിയത്. അതിൻ്റെ പെർഫോമൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ തന്നെ സാധിക്കുന്നതാണ്. അടിപൊളിയായിട്ടുള്ള നല്ല മാക്രോ ഷോട്ട്സ് തന്നെയാണ് ഈ ഒരു ഫോൺ നമുക്ക് തരുന്നത്. അധികം കളർ ബൂസ്റ്റഡും അല്ല, എന്നാൽ കളർ കുറവുമല്ല. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കളറൊക്കെ ഉണ്ട്. ഡീറ്റെയിൽസ് നല്ല രീതിയിൽ തന്നെ തരുന്നുണ്ട്. അധികം ബൂസ്റ്റഡ് അല്ലാത്തത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഡീറ്റെയിൽസും അവർ തരുന്നുണ്ട്. 3 സെൻറ്റിമീറ്ററോളം അടുത്ത് നമുക്ക് ഈ ഒരു മാക്രോ ഷോട്ട്സ് ഒക്കെ എടുക്കാവുന്നതാണ്. പക്ഷേ ചില സമയത്ത് ക്വാളിറ്റി കുറഞ്ഞ ഫോട്ടോസാണ് നൽകുന്നതെങ്കിലും മോസ്റ്റ് ഓഫ് ദ ടൈംസും നല്ലൊരു ക്വാളിറ്റി ഫോട്ടോസ് തന്നെയാണ് ഈ ഒരു മാക്രോ ക്യാമറ നമുക്ക് തരുന്നത്. 5 മെഗാപിക്സൽ ഉണ്ട് എന്നുള്ളത് ഉറപ്പായിട്ട് നമുക്ക് കാണാൻ തന്നെ ഉണ്ട്. ടെലി മാക്രോ ക്യാമറ ആയതുകൊണ്ട് തന്നെ അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ പെർഫോമും ചെയ്യുന്നുണ്ട്. ഈ മാക്രോ ക്യാമറയുടെ കാര്യത്തിൽ ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ്. സോ സെൽഫി ക്യാമറയെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ 16 മെഗാപിക്സലിൻ്റെ ഒരു ക്യാമറയാണ് ഇതിൽ നൽകിയിട്ടുള്ളത്. ആ 16 മെഗാപിക്സലിൻ്റെ ക്വാളിറ്റി ഉണ്ടോ ചോദിച്ചാൽ ഉറപ്പായിട്ടുണ്ട്. പിന്നെ സ്കിൻ ടോണൊക്കെ എന്ന് പറയുമ്പോൾ കറക്റ്റ് സ്കിൻ ടോണൊന്നുമല്ല, കുറച്ചൊരു സോഫ്റ്റ് ടൈനിങ് ഒക്കെ ഉണ്ട്. പക്ഷേ അത്യാവശ്യം ഡീറ്റെയിൽസൊക്കെ അവർ തരുന്നുണ്ട്. പിന്നെ കളേഴ്സ് പറഞ്ഞാൽ അധികം ബൂസ്റ്റഡ് അല്ല, ഒരു മീഡിയം ലെവൽ കളേഴ്സ് തന്നെയാണ്. സോ സെൽഫീസും അത്യാവശ്യം നല്ലൊരു സെൽഫീസ് തന്നെയാണ്. പക്ഷേ അടിപൊളി സെൽഫി ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇനി നമുക്ക് പോർട്രേറ്റ് ഷോട്ട്സൊക്കെ എങ്ങനെയുണ്ട് എന്ന് നോക്കാം. പോർട്രേറ്റ് ഷോട്ട്സിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നല്ല നാച്ചുറൽ ബൊക്കേസൊക്കെയാണ് ലഭിക്കുന്നത്. പിന്നെ സ്കിൻ ടോൺ പറയുമ്പോൾ നല്ലൊരു നാച്ചുറൽ ലുക്ക് ഉണ്ട് കുറച്ചൊക്കെ, പക്ഷേ കുറച്ച് സോഫ്റ്റനിങ് ആണ്. പക്ഷേ എഡ്ജ് ഡിറ്റക്ഷൻ അടിപൊളി തന്നെയാണ് ബാക്ക് ക്യാമറയിൽ. പക്ഷേ സെൽഫി ക്യാമറയിൽ വരുമ്പോൾ ചെറിയൊരു പ്രശ്നമുണ്ട്. കാരണം എഡ്ജ് ഡിറ്റക്ഷൻ അത്ര ഒരു കറക്റ്റ് അല്ല. ആ ക്യാപ്പിൻ്റെ ഭാഗത്തൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ചെറുതായിട്ടൊരു പ്രശ്നമുണ്ട്, കറക്റ്റ് ഒരു എഡ്ജ് സെക്ഷൻ അല്ല. പക്ഷേ സ്കിൻ ടോണൊക്കെ അത്യാവശ്യം നല്ല തന്നെയാണ്, പക്ഷേ ചെറിയ സോഫ്റ്റനിങ് ഉണ്ട്. ഇനി നമുക്ക് വീഡിയോസിനെ കുറിച്ച് സംസാരിക്കാം. വീഡിയോസിനെ കുറിച്ച് കുറച്ച് ഇൻഡെപ്ത് ആയിട്ട് തന്നെ പറയുന്നുണ്ട്, കാരണം കുറച്ച് കാറ്റഗറീസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട് ഈ വീഡിയോസിൻ്റെ സെക്ഷൻ എന്ന് പറയുന്നത്. സോ ജനറൽ വീഡിയോസിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നുണ്ട് ഈ ഒരു ക്യാമറ.
നല്ല രീതിയിൽ തന്നെ കളേഴ്സും എല്ലാം അത്യാവശ്യം നല്ല നാച്ചുറൽ ആയിട്ടുള്ള കളേഴ്സ് തന്നെയാണ് അവർ നൽകുന്നത്. കുറച്ച് സാച്ചുറേഷൻ ഉണ്ട്, പക്ഷേ നമുക്ക് പരിഗണിക്കാവുന്നതാണ്, കാരണം MI ആണല്ലോ. പിന്നെ നല്ല രീതിയിൽ തന്നെ ഓട്ടോ ഫോക്കസൊക്കെ അവർ തരുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഓട്ടോ ഫോക്കസിൻ്റെ കാര്യത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. പക്ഷേ ചിലപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവും ഓട്ടോ ഫോക്കസിൻ്റെ കാര്യത്തിൽ. അപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ കറക്റ്റായിട്ട് വരും. ഇത് 4K എടുക്കുന്ന ഒരു ഷോട്ടാണ്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത്യാവശ്യം നല്ല ഡീറ്റെയിൽ ലെവൽ തന്നെ അവർ നൽകുന്നുണ്ട്. പിന്നെ 4K ആയതുകൊണ്ട് ഓട്ടോ ഫോക്കസ് കറക്റ്റ് അങ്ങനെ വർക്ക് ചെയ്യുന്നില്ല. നമ്മൾ ടച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് ഫോക്കസ് ആകുന്നുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ഷോട്ട്സും ലഭിക്കുന്നുണ്ട്. ഓവറോൾ 4Kയും കളേഴ്സ് അത്യാവശ്യം നല്ലത് തന്നെയാണ്. കാണാൻ കണ്ണിന് കുളിർമയുള്ളൊരു മോഡൽ തന്നെയാണ്. ഇത് 4Kൻ്റെ ഓട്ടോ ഫോക്കസ് ടെസ്റ്റാണ്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഓട്ടോ ഫോക്കസ് ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം. സോ കളേഴ്സൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നല്ല രീതിയിൽ തന്നെ ഉണ്ട്. ഇനി ഇത് എന്ന് പറയുന്നത് മാക്രോ ക്യാമറയിൽ നിന്ന് എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ്. മാക്രോ ക്യാമറയുടെ വീഡിയോ പിന്നെ ഞാൻ പറയേണ്ടല്ലോ, ഷോർട്സ് മാക്രോ ഇമേജസ് മാതിരി തന്നെ അടിപൊളിയായിട്ടുള്ള വീഡിയോസാണ് മാക്രോ വീഡിയോ നമുക്ക് തരുന്നത്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ മാക്രോ ക്യാമറ എന്ന് പറയുന്നത്. നല്ല അടിപൊളി വീഡിയോസും നല്ല ക്വാളിറ്റിയുള്ള വീഡിയോസ് തന്നെയാണ് അവർ നൽകുന്നത്. നമ്മൾ സ്റ്റെബിലൈസേഷൻ നോക്കുകയാണെങ്കിൽ ഇത് 1080p എടുക്കുന്നൊരു വീഡിയോ ആണ്. നോർമലായിട്ട് ഞാൻ കുറച്ച് ഷെയ്ക്കി ആയിട്ട് തന്നെയാണ് നടക്കുന്നത്, ഇറക്കമാണ്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്റ്റെബിലൈസേഷൻ ഉണ്ട്. OIS അല്ല EIS ആണുള്ളത്, അതുകൊണ്ട് തന്നെ അതിൻ്റേതായ പോരായ്മ ഉണ്ടാവും. പിന്നെ ഇത് അൾട്രാ സ്റ്റഡി മോഡിൽ എടുത്താണ്, പക്ഷേ ഇതിൽ എടുക്കേണ്ടതാണ് എൻ്റെ അഭിപ്രായം. കാരണം നിങ്ങൾ കണ്ടില്ലേ, ഫുൾ എന്തോ ഒരു ജെർക്കി മോഡൽ ഒരു എഫക്റ്റ് നൽകുന്നുണ്ട്. ചിലപ്പോൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കൂടി മാറാൻ മതി. ഇത് 4Kയിലുള്ളൊരു സ്റ്റെബിലൈസേഷനാണ്. 4Kൻ്റെ സ്റ്റെബിലൈസേഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 1080p ഉള്ള പോലെ തന്നെ 4Kയിലും നല്ല രീതിയിൽ തന്നെ സ്റ്റെബിലൈസേഷൻ അവർ നൽകിയിട്ടുണ്ട്. ഒരു ഷോട്ടും കൂടി കാണിച്ചു തരാം. ഇത് 1080p ഉള്ളതാണ്, നല്ല രീതിയിൽ തന്നെ ഉണ്ട് സ്റ്റെബിലൈസേഷൻ. ഇനി ഇത് വൈഡ് ആംഗിൾ ക്യാമറ ഉള്ളൊരു ഷോട്ടാണ്, നല്ല രീതിയിൽ തന്നെ ഏരിയ കവർ ചെയ്യുന്നുണ്ട്. പിന്നെ സ്റ്റെബിലൈസേഷനും പ്രൈമറി ക്യാമറ ഉള്ളതിനായിട്ടും കൂടുതലുണ്ട്. സോ ഇത് വൈഡ് ആംഗിൾ ക്യാമറ എടുക്കുന്ന ഷോട്ടാണ്. എത്ര നേരം കൊണ്ട് എത്ര ഏരിയ കവർ ചെയ്തതെന്ന് കാണാം. ഇനി ഇത് പ്രൈമറി ക്യാമറയാണ്, അതും എത്ര നേരം കൊണ്ട് എത്ര ഏരിയ കവർ ചെയ്തതെന്ന് കാണാം. സോ വൈഡ് ആംഗിൾ ക്യാമറയും അത്യാവശ്യം നല്ലൊരു ക്യാമറ തന്നെയാണ് വൈഡ് ആംഗിൾ. സോ ഗായ്സ്, ഇതാണ് ഇതിൻ്റെ സെൽഫി വീഡിയോ എന്ന് പറയുന്നത്. എത്രത്തോളം സ്റ്റെബിലൈസേഷൻ ഉണ്ടെന്നും പിന്നെ ഓഡിയോ ക്വാളിറ്റി ഒക്കെ നിങ്ങൾക്ക് തന്നെ ശ്രദ്ധിക്കാവുന്നതാണ്. എനിക്കിപ്പോൾ വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ട്, പക്ഷെ കുറച്ച് ക്ലോസപ്പ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. കുറച്ച് വൈഡ് ആയിട്ടുള്ളതാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരുന്നു. അതായത് സ്റ്റെബിലൈസേഷനൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. ഹായ് ഗായ്സ്, ഗാപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹലോ ഗായ്സ്, എല്ലാവർക്കും ഗാപ്പിലേക്ക് സ്വാഗതം. സോ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞാൻ എല്ലാ മേഖലയും കവർ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. എനിക്ക് തോന്നുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 21,000 രൂപയാണ് 6GB 120GB പ്രൈസ് എന്ന് പറയുന്നത്. ആ പ്രൈസിനുള്ളത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം MIൻ്റെ ഫോൺസ് തന്നെ, റെഡ്മിൻ്റെ ഫോൺസൊക്കെ തന്നെ നമുക്ക് 20 രൂപയുടെ താഴത്ത് തന്നെ നമുക്ക് നല്ല ക്യാമറ ഫോൺസ് ലഭിക്കുന്നുണ്ട്. റെഡ്മി Note 10 Pro ഒക്കെ. MI 11 Lite ആണെങ്കിൽ കുറച്ചുകൂടി ഉഷാറാണ്. ഏത് വെച്ചാൽ MI 10i എന്ന് പറയുന്നത്, അതായത് ഇന്ത്യയിൽ മാത്രം ഇറക്കിയൊരു ഫോണാണ്. 108 മെഗാപിക്സൽ ക്യാമറ ഒക്കെ ഉള്ളതാണ്. മെഗാപിക്സലല്ല കാര്യം, എങ്കിലും ഈ ഒരു ഫോണിനായിട്ടും കുറച്ചുകൂടി നല്ലത് അതാണെന്ന് തോന്നുന്നു, MI 10i. പക്ഷെ ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടില്ല, പക്ഷേ അതിലത്തെ ഫോട്ടോസൊക്കെ ഞാൻ കുറച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു ഫോണിനായിട്ട് നല്ലത് അതായിരിക്കും. ഏകദേശം ഒരു പ്രൈസ് റേഞ്ച് തന്നെയാണ് MI 10iയും ലഭിക്കുന്നത്. പക്ഷേ ഓഫ്ലൈൻ മാർക്കറ്റിൽ കൂടി വാങ്ങുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, ഓൺലൈനിൽ അധികം വാങ്ങാത്ത ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഫോൺ തന്നെയാണ് ഈ ഒരു MI 11 Lite എന്ന് പറയുന്ന ഫോൺ. ഓപ്പോ ഫോൺസൊക്കെ വാങ്ങുന്നവരാണെങ്കിൽ അധികം ഓപ്പോ വിവോ ഒക്കെ ആണല്ലോ നമ്മളെ ഓഫ്ലൈൻ മാർക്കറ്റിൽ ഉള്ളത്. അതിനോട് കിടപിടിച്ച് നിൽക്കുന്നത് അതിനേക്കാൾ കുറച്ചുകൂടി നല്ലൊരു ഫോൺ തന്നെയായിരിക്കും ഈ ഒരു MI 11 Liteൻ്റെ ഫോൺ എന്ന് പറയുന്നത്. പക്ഷേ ഓപ്പോ ഫോൺ വാങ്ങുന്നവരാണെങ്കിൽ ആ ഫോൺ തന്നെ വാങ്ങുന്നതായിരിക്കും ചിലപ്പോൾ നല്ലത്. കാരണം അവർക്ക് ചിലപ്പോൾ ഡിസപ്പോയിൻ്റ് ആവാം, ചിലപ്പോൾ സാറ്റിസ്ഫൈ ആവാം, ഐ ഡോണ്ട് നോ. സോ അത്രയൊക്കെ ഉള്ള ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗോ എപ്പിക്. ഇറ്റ്സ് മീ റിൻഷിഫ്. ഐ വിൽ കാച്ച് ഇൻ ദ നെക്സ്റ്റ് വൺ.